നമുക്കെല്ലാവർക്കും നമസ്കാരത്തിനായിട്ട് എഴുന്നേക്കാം. ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടിയുള്ള നമസ്കാരമാണല്ലോ എന്നുള്ളത്. 67ാമത്തെ പുറത്താണ് നമസ്കാരമുള്ളത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആരോഗ്യമുള്ള ആളുകളെല്ലാവരും തന്നെ കുമ്പിടാൻ സ്ഥലങ്ങളിൽ തങ്ങളെ തന്നെ വണക്കി കുരിശ് വരയ്ക്കുകയും പ്രതിവാക്യം ചൊല്ലുകയും ചെയ്യണം. ആരോഗ്യമുള്ള ആളുകളെല്ലാവരും തന്നെ കുമ്പിടാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേ തൻ്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മിശിഹായേ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളോടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ നിന്നും പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, നിന്റെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ആദിഭൂതങ്ങളും പ്രകൃതിയും ഇളകുകയും വിറയ്ക്കുകയും ചെയ്തതുപോലെ നിന്റെ ന്യായവിധിയെ ഓർത്ത് ഞങ്ങൾ ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുമാറാകണമേ. അന്ത്യദിവസത്തെക്കുറിച്ചുള്ള ഭയം ഞങ്ങളിൽ നിലനിർത്തണമേ. നിന്നെ ക്രൂശിച്ചവരോടുകൂടെ ഞങ്ങളെ ഗണിക്കാതെ നിന്നിലും രക്ഷാകരമായ നിന്റെ പീഡാനുഭവങ്ങളിലും ആശ്രയിച്ച ഞങ്ങളെ നീ സ്വീകരിക്കണമേ. ദുഷ്ടന്മാർക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അതിവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസ്ബാൻ ലുൽമീൻ. 51 സങ്കീർത്തനം പുറം 6. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കണ്ണുകളുടെ ബഹുത്വ പ്രകാരം എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ ന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴിയേ, എൻ്റെ പാപങ്ങൾ തന്നെ പിടിപ്പാക്കണമേ. എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങളും എപ്പോഴും എൻ്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ മുൻപാകെ തിന്മകൾ ഞാൻ ചെയ്തു. നിന്റെ സോപ്പാ കൊണ്ട് എൻ്റെ മേൽ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ.
ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എൻ്റെ പാപങ്ങളിൽ നിന്ന് എൻ്റെ മുഖം തിരിച്ച് എൻ്റെ അക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ വിശ്രൂഹായിൽ നിന്ന് എടുത്തു കളയുകയും വരുത്. നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ വായ് നിന്റെ സ്തുതികൾ പാടും. ദൈവമേ, സ്തുതിക്കുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സകലത്തിൻ്റെയും ഉടവനായ ദുഷ്ടന്മാരാൽ അവമാനിക്കപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ സങ്കടപ്പെടാത്തവനും വിലപിക്കാത്തവനും ആരുള്ളൂ? ദൈവനായ സ്ഥലത്ത് നിന്ന് മനസ്സോടെ കഷ്ടത സഹിച്ചു. തൻ്റെ മുഖത്ത് അവർ തുപ്പിയപ്പോൾ താൻ കോപിക്കാതെ സന്തോഷമുള്ളവനായിരുന്നു. മൂശേ, നിന്റെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന കയ്യാഫയെ നോക്കാം. അഹ്റോനെ, നിന്റെ ഉടയവനെ വിസ്തരിച്ചു കൊണ്ടിരിക്കുന്ന ഹന്നായെക്കുറിച്ച് കരയുക. രക്തത്തിനായി ദാഹിച്ചിരിക്കുന്ന ബുദ്ധിശൂന്യരെ തൻ്റെ സകല നന്മകൾക്കും പകരം അവനെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യത്തക്കവണ്ണം അടികൊള്ളുന്ന ഇവൻ എന്ത് കുറ്റം ചെയ്തു? അത്യുന്നതങ്ങളിൽ കുർബ്രന്മാരായും സാഫ്രന്മാരും ആദ്യ നിമിത്തം പറയ്ക്കുന്നുവോ ആയവർ താഴെ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ചത് ഏറ്റവും അതിശയനീയവും അത്ഭുതകരവുമാകുന്നു. വിശ്വസവേ ദുർവിഷ്ടത്താൽ കഷ്ടപ്പാട് വരികയും സ്വന്തം കഷ്ടപ്പാടിന് തൻ്റെ സന്താനങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്ത ദൈവപുത്രന് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശപുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും നിരന്തരവുമായി ഗ്രഹിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. കഷ്ടതകളിൽ നിന്ന് ഉയർന്നിരിക്കുന്നവനും വേദനകളിൽ നിന്ന് അകന്നിരിക്കുന്നവനുമായിരിക്കെ നമ്മുടെ കഷ്ടതകൾ വഹിപ്പാനും വേദനകൾ സഹിപ്പാനുമായി തൻ്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നവനും തന്നെ കുരിശിൽ തറച്ചവരെ തൻ്റെ നീതിയാൽ ചിതറിച്ച് കൃപയാൽ തൻ്റെ ആരാധനക്കാരെ കൂട്ടിച്ചേർത്തവനുമായ മശികാത്തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഹോശോ ഉപകുലസ്വാൻ സകല ജ്ഞാനത്തിനും അതീതനും ജീവനുള്ള വചനവുമായ ദൈവമായ കർത്താവേ, സാത്താൻ്റെ കണ്ണുകളിൽ കുടുങ്ങിയ നിന്റെ സ്വരൂപത്തോട് അനുകമ്പ തോന്നി നീ പൂർണ്ണ മനുഷ്യനായി തീർന്നു. വിസ്മരണീയമാം വണ്ണം ദൈവത്വവും മനുഷ്യത്വവും ഏകീഭവിച്ചവനായി നീ ലോകത്തിൽ വസിച്ചു. എങ്കിലും യഹൂദ പ്രമാണികൾ നിന്നെ തിരിച്ചറിയുകയോ നിന്റെ വചനം ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. ഞങ്ങളുടെ പൂർവ്വ സൗന്ദര്യം തിരികെ തരുവാൻ വന്ന സൗന്ദര്യവാനെ, മനുഷ്യൽ വിരൂപനെന്ന് നീ വിളിക്കപ്പെട്ടു. ഞങ്ങൾ പാപസംബന്ധമായി മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് നിന്റെ ശരീരത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ചുമന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകി. ബന്ധനത്തിൽ നിന്നും ന്യായാസനത്തിൽ നിന്നും ഒളിച്ചോടിപ്പോകാതെ പ്രവചന നിവൃത്തിക്കായി നിന്റെ ദേഹം ദണ്ഡനത്തിനും കവിൾത്തടം അടികൾക്കും മുഖം തുപ്പലിനും ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ കൈകാലുകൾ ആണിതറപ്പാനും വിലാവ് തുളയ്ക്കുവാനും കൈപ്പുകൂടി രചിക്കുവാനും വസ്ത്രം ചീട്ടിട്ടെടുപ്പാനും ഏൽപ്പിച്ചു കൊടുത്തു. നിന്നയുടെ ക്രൂശിൽ നീ തൂക്കപ്പെട്ടു, അധർമ്മികളോടുകൂടെ നീ എണ്ണപ്പെട്ടു. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിന്നിൽ നിവൃത്തിയായി. ഇത് നിമിത്തം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹനീയമായ കഷ്ടതകളും ദുഃഖങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. അകൃത്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ അനുതാപവും പാപമോചനവും നൽകണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഉപമകളാലിന്നേ ദിവസം ദൈവാലയത്തിൽ ഉപാധ്യായർക്കും പ്രീശർക്കും കർത്താവരുളി പല പാടം നീതികെട്ടവരെ അയ്യം വിളിച്ചുണർത്തി യോധർക്കു വരുന്നോരു വേദന വെളിവാക്കി ന്യായവിധി നാളിൽ നിന്നോടെ വലഭാഗേ ഞങ്ങളും
സാനന്ദം നിന്നിടുവാൻ കൃപയരുളണം നാഥ. ഹാലേലൂയ. പാടും ഞങ്ങൾ മോക്ഷേ ശുഭോലാബോലപുറോവൽ റുഹുകാദീശോ മെന്നോലം. കുഞ്ഞാട്ടിൻ കല്യാണത്തിൻ ഓഹരിയുള്ളോർ ധന്യരെന്നെഴുതുക അരുളിയ രക്ഷകൻ എന്നെയും നിൻ കല്യാണശാലയിൽ നിർമ്മലം വസ്ത്രം ധരിച്ചുൾപ്പൂകിക്കാം. സ്വയനീതിയിൻ വസ്ത്രം അഴുക്കും കീറിയതും ആയതു ധരിച്ചു നിൻ ശാലയിൽ ഇരിപ്പാൻ ഭയമയ്യോ. ഹാലേലൂയ. ആശ്രയം നീ എനിക്ക്. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നു, ഞങ്ങളെപ്പോലെ മനുഷ്യനായി തീർന്നു. ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി പീഡയേറ്റ പരമോന്നതനായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. നിസ്സാരന്മാരായ ഞങ്ങളുടെ യാചന സ്വീകരിക്കണമേ. നിന്റെ മഹാത്മ്യപ്രകാശം കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിക്കണമേ. ജീവൻ നൽകുന്ന നിന്റെ കൽപ്പനകൾ ആചരിക്കുന്നതിനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കൈകൾ സൽപ്രവർത്തികൾക്കുള്ള ഉപകരണമാക്കി തീർക്കണമേ. ഞങ്ങളുടെ നടപടികൾ നിന്റെ കൽപ്പനയ്ക്ക് ഒത്തതുപോലെ ശരിപ്പെടുത്തണമേ. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാൽ ഞങ്ങളുടെ വിചാരങ്ങളെയും നിന്നെക്കുറിച്ചുള്ള സ്തുതികളാൽ ഞങ്ങളുടെ അധരങ്ങളെയും നാവുകളെയും കാത്തുരക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, നിന്റെ സത്യത്താൽ ഞങ്ങളെ എല്ലാവരെയും എന്നേക്കും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ഞങ്ങൾക്കായേറ്റ നിൻ കഷ്ടത താഴ്ച കർത്താവെ വാഴ്ത്ത പെട്ടതാക ഞങ്ങളുടെ ദൈവപ്രഭയിൽ താൻ വന്നെങ്കിൽ തിരുമുന്നിൽ പാൻ ആരാൽ കഴിയും. കൃപയാ നമ്മെ രക്ഷിപ്പാൻ താൻ മനസ്സോട ജഡത്തിൽ കഷ്ടത മരണം രുചിപ്പാൻ മനുഷ്യ ജാതനായ ഞങ്ങളോട് കർത്താവിനാളിൽ ആലയം വിട്ടുതാൻ പീഡാനുഭവത്തിൻ ഒരുങ്ങിയിടുന്നു. പാപികളെ താൻ തോളതിലേന്തി മരണം സഹിപ്പാൻ ശക്തി ലഭിപ്പാൻ താതനിൽ താൻ ആശ്രയിച്ചിടുന്നു. ദുഷ്ടരിൽ നിന്നു കഷ്ടത തുപ്പൽ മനസ്സോടേൽപ്പാൻ നീ വന്നതിനാ യോഗ്യമഹത്വം ഞങ്ങളിൽ വായ്കൾ ചൊല്ലിടുന്നു. വാഴ്വേറ്റോ നീ തവ സ്നേഹത്തിൽ എന്നും സ്തോത്രം. തന്നിടുന്ന നിനക്കായി എന്നോട് ദേഹികളെ
നന്ദനനെ നീ എന്നെ സ്നേഹിച്ചെനിക്കായി നിന്നെ യാഗമായി തന്നതിനാൽ ഞാൻ വന്ദിച്ചിടുന്നേ. ചെയ്യണമേ കുറിയേലായിസോ. കഷ്ടത സ്കീപ്പ മരണം സഹിപ്പാൻ വന്ന മശീഹ പ്രാർത്ഥന കേട്ടി അരുൾക നിൻ കൃപയുണ്ടോ. പോകും വഴിയിൽ സമുദ്രം വഴിയോ ൂക്കി ഉണ്ടോ നിറവാൻ വനത്തിൽ മന്ന എന്നൊരു ഭോജ്യം. വിണ്ടോ പിളർന്ന പാറയിൽ ജലവും പാനം ചെയ്യുവാൻ സന്ധിച്ചിങ്ങനെ വാത്സല്യത്താൽ താതനെ പോൽ മറ്റു മനവധി നന്മകളവർക്കവൻ കൊടുത്തു. പിന്നെ മുറ്റും അവനെ തള്ളി വെളിക്കവർ സ്കീപ്പായിലേ. ചെയ്യണമേ കുറിയേലായിസോ. പുത്രനിണത്ത യോഗ്യത വരുത്തിയ താതന്നു സ്തുതി. പാപികളെ പ്രതി ബലിയായി തീർന്ന പുത്രനു വന്ദനം. ജ്ഞാനാതിശയിൽ സ്വസ്തിയുരച്ചാറുഹായ്ക്കു സ്തോത്രം. ജാതികൾക്ക് വാർത്തകൾ തന്നവൻ വാഴ്ത്തപ്പെട്ടോൻ. പുത്രൻ നിന്നുടെ സ്നേഹമുരപ്പാനാരാൽ കഴിയും. നിൻ സുവിശേഷം കേൾപ്പാനെത്രയും യോഗ്യ തന്നെ. ദൈവതനയനെ സ്നേഹിക്കാത്തോൻ ശാപഗ്രസ്ത. മാടി കൂടാതെ കേൾക്കുന്നവനോ ഭാഗ്യവാൻ താൻ. ഞങ്ങളത് ഉത്തരമരുൾക അരുൾക ദേവാനുഗ്രഹിക്കാമർത്യ ചിത്തം മാനസാന്തരെ വരുത്തിടേണമേ. ഞങ്ങളോട് തന്നെ ചെയ്യണം കുറിയേലായിസോ. ഞങ്ങൾ കർത്താവായ യേശുമിശിഹായേ നിന്റെ അനുഗ്രഹങ്ങളും അതിൽ ഞങ്ങൾ നേരെ അടച്ചു കളയരുതേ. കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം വാഞ്ഞു പോകുക. നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. തൻ്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പീഡാനുഭവത്താലേ
പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനേ, വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിക്കാത്തമ്പുരാനെ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈശോ. കർത്താസ്തുതി നിനക്ക് താതന്നു ബഹുമാനം വിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച വന്ദനം. പാപികളാകുന്ന നിന്നോട് അടിയാരിൽ അനുഗ്രഹം കൃപയും ചൊരിഞ്ഞിടണമേ. നീ മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ട് മശിഹ സിംഹാസനെ പ്രാർത്ഥനയത്തണമേ. സ്തുതിയൻ കർത്താവേ, സ്തുതിയൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതിതേ ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്രോതലെ പോൽ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്നുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. 1-2 പാഠങ്ങൾ ഇപ്പോൾ വായിക്കും. ഒന്നാം പാഠഭാഗമായി സംഖ്യാപുസ്തകം 21-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. സംഖ്യാപുസ്തകം 21-ന്റെ 1 മുതൽ 16 വരെ. ഇസ്രായേൽ അധാരീം വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ അരാദ് രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്കൊരു നേർച്ച നേർന്നു. ഈ ജനത്തെ നീ എൻ്റെ കയ്യിലേൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർപ്പിതമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിൻ്റെ അപേക്ഷ കേട്ടു. കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്നു പേരായി. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റി പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവനാരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിനു നേരെ മോവാബിൻ്റെ കിഴക്കുള്ള മരുഭൂമിയിൽ അബാരീമിൽ പാളയമിറങ്ങി.
അവിടെ നിന്ന് പുറപ്പെട്ടു സാരേത് താഴ്വരയിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ടു അമോര്യരുടെ ദേശത്തിൽ നിന്നുത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോട്ടിനരികെ പാളയമിറങ്ങി. അർണോൻ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിറാകുന്നു. അതുകൊണ്ട് സുബയിലെ വാഹേബും അർണോൻ താഴ്വരയും ആരിൻ്റെ നിവാസത്തോളം നീണ്ടു. മോവാബിൻ്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് അവർ ബെരിയിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ചു. കിണർ അതുതന്നെ. ഇങ്ങനെ ഒന്നാം പാഠഭാഗം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. എഫേസ്യർ 2. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലാഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന് മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോകേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കൈയാലുള്ള പരിച്ഛേദന ഏറ്റുപരിച്ഛേദനക്കാർ എന്നു പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുൻപേ ദൂരസ്ഥനായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോടു കൂടി നിരപ്പിക്കുവാനും തന്നെ അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കുന്നു. നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പറഞ്ഞു വരുന്നു. ഇപ്രകാരം 1-2 പാഠഭാഗങ്ങൾ അവസാനിച്ചു. സുതാരയുടെ പ്രാർത്ഥന 74-ാമത്തെ പുറം. സുതാരയുടെ പ്രാർത്ഥന 74-ാമത്തെ നീതിമാൻ
നീതിമാനും പരിശുദ്ധനുമായ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിപ്പാൻ നീതി കെട്ടവരിൽ നിന്ന് നീ അപമാനവും പരിഹാസവും തുപ്പലും സഹിച്ചു. ഞങ്ങളുടെ നാഥനായ കർത്താവ് ദൈവമേ, നിൻ്റെ അനവധി അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. നിൻ്റെ രാജ്യത്തിൽ ഉത്സാഹമുള്ള വേലക്കാരും നിൻ്റെ തോട്ടത്തിൽ മികച്ച വിത്തും പ്രശസ്തമായ മുന്തിരിവള്ളികളും പ്രിയപ്പെട്ട നടുതലകളും തടിച്ചുകൊഴുത്ത ആട്ടിൻകുട്ടികളും തിരഞ്ഞെടുക്കപ്പെട്ട രത്നങ്ങളുമായി തീരണമേ. കർത്താവേ, നിന്നോടൊപ്പം മഹത്വം നേടുവാനും പ്രപഞ്ചവികാരങ്ങൾക്ക് കുരിശിക്കപ്പെട്ടവരാകുവാനും നിത്യജീവനായ നിന്നിൽ ജീവിപ്പാനും തക്കവണ്ണം വെടിപ്പോടും വിശുദ്ധിയോടും തകർന്ന ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ നിൻ്റെ പീഡാനുഭവങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്നെ അയച്ച പിതാവിനും നിനക്ക് സമാനമായിരിക്കുന്ന പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ കീർത്തനങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആമേൻ. നിന്നെ വിധിച്ചോരേ നീ വീതിക്കുമ്പോൾ നാഥ, ഞങ്ങളെ വിധിച്ചിടരുതേ. ഞങ്ങളുടെ ദൈവം മനുഷ്യകുലത്തെ രക്ഷിപ്പാനി നിന്നെ താഴ്ത്തിയ സ്നേഹം മാത്രം താതന്മാരിൽ നീ വസിച്ചിടവേ. ദാസനെ പോലെ നിന്നെ താഴ്ത്തി നീ ക്രൂശേറി മരിച്ചു സ്നേഹിച്ചങ്ങളെ. ഇന്നാളിൽ നിന്റെ ഉപമകളാലെ വരും വിനാശം നീ ചൊന്നതാലെ ദ്വേഷിച്ചയ്യോ യൂദാ ജനങ്ങൾ നിന്നെ കൊല്ലാനാലോചിച്ചുല്ലാസമോടെ ചാഞ്ചാടുന്നു. ഞങ്ങളുടെ അയ്യോ കഷ്ടം സിയോനെ, നിന്റെ കാന്തൻ താനെന്നറിഞ്ഞില്ലേ നീ? സാത്താൻ നിൻ കണ്ണുകൾ അന്ധമാക്കി അവിശ്വാസത്താനുഴലിക്കുന്നു. നിൻ കാന്തനരികെ വരിക വേഗം. ഈ വണ്ണമേശു ഈ ദിനം ദൈവ മന്ദിരം തന്നിൽ നിന്നുരച്ചാറെ ആചാര്യന്മാരും വേദശാസ്ത്രികളും ഭയമേതുമില്ലാതവനെ ക്രൂശിൽ ഉയർത്താൻ ജനത്തെ ഇളക്കിയിടുന്നു. ഞങ്ങളുടെ കഷ്ടദസ്കീപ മരണ താഴ്ന്ന ജനത്തെ രക്ഷിപ്പാൻ വന്നോനെ, ഇവരിൻ തിന്മ സഹിച്ചോനെ, നീ സ്തുതിക്ക യോഗ്യൻ. മരണ ബലത്തെ മായി ഞങ്ങളെ ജീവിപ്പിക്ക. ഞങ്ങൾക്കായതി കഷ്ടതകൾ ഏറ്റൊരു നാഥ, ഞങ്ങളെ നീ അനുഗ്രഹിച്ചവയിൻ പങ്കും നിൻ രാജോഹരിയും നൽകണമേ. ഞങ്ങളുടെ ദൈവം
ദൈവ കുഞ്ഞാടേ ആദിയിൽ സ്നേഹിച്ചെന്നെ നീ സ്നേഹമാം നിൻ തോളിൽ എൻ്റെ പാപഭാരം നീ ചുമന്നയ്യോ വേദനയോടു നീ വൻകുരിശേ ചുമന്നതിലേറി വീണ്ടെന്നെ സ്നേഹിക്കും ഞാൻ നിന്നെയെന്നും മോചനം നീ എനിക്കരുളിയതാ. ഞങ്ങളത് വെടിയുന്നേൻ പാപോല്ലാസം വെടിഞ്ഞല്ലോ ജീവൻ എനിക്കായി പ്രതിപകരം തരുവാനേതും ഇല്ലേ സ്നേഹിക്കുക എന്നെ മരണത്തിലും ജീവനാലും എന്നിൽ നീ മഹിമപ്പെടുക ഞാൻ എനിക്കിനിയും ജീവിക്കാം എന്നിൽ നീ ജീവിക്കേണമേ. എൻ കാലാന്ത്യം വരെ നിന്നെ സ്നേഹിച്ചാലും മതിയാകാ അന്ത്യത്തോളം സ്നേഹിപ്പേൻ അന്തമില്ലാ ലോകത്തിലും ഞാൻ മിന്നും മുടി വെച്ചിരിക്കും പാടിക്കൊണ്ടാടി കുമ്പിടുവേൻ സ്നേഹിച്ചില്ല ഞാൻ സ്നേഹിപ്പാൻ യോഗ്യ. രക്ഷയും നിബിയറിൻ മർമ്മമെല്ലാം നിവർത്തിച്ചെനിക്കായി ക്രൂശിൽ നീ സ്വസ്ഥത എനിക്കായി തേടിയതാ സ്നേഹിക്കും ഞാൻ നിന്നെന്നും വൈരികൾ എന്നോട് എതിർക്കാവിൻ ശക്തി നിന്നുടെ സ്നേഹം താ അരികിൽ നിന്നു നീ എനിക്കെന്നും ധൈര്യം തരണമേ കർത്താവേ നിനക്കും താതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ എന്നേക്കും. നമുക്ക് 91 121 സങ്കീർത്തനങ്ങൾ 38-ാമതായിട്ട് ഉള്ള പുറത്താണ്. 38-ാം പുറത്ത് 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് ഒരു സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ടുകൊണ്ടവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പിറക്കുന്ന അസ്ത്രത്തെയും മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും കേൾപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് തന്റെ പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിനക്ക് കൂടത്തിൽ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലൻ മയങ്ങിയില്ല, ഉറങ്ങിയുമില്ല.
യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. എങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നേക്കും പരിപാലിക്കും. ദൈവമേ, സ്വർഗ്ഗയോഗ്യമാകുന്നു. പാറക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദേവാ പരമേശ അനുഗ്രഹമതിൻ ചിറകിൽ നിഴലിൽ അണച്ചെന്നും വിരവോടു കാക്കണമേ. അറിയുന്ന നല്ലൊരു ദൈവമേ, അടിയായി ജനകൾ ദയോടെ കേൾക്കണമേ. സ്തുതിയൻ രാജാവും രക്ഷാ തരുന്നോനും ഈശോ മശിഹായെ നീയായിടുന്നു. നിരപ്പേരും നന്ദിയും നീതി വിളങ്ങിടും നല്ലൊരു രാത്രിയും അടിയാർക്കു നൽകണമേ. അടിയാറേവരുമേ മേലോട്ടു കണ്ണുയർത്തി കടങ്ങൾ പാപങ്ങൾ പൊറുക്കാനിരക്കുന്നു. ഇഹപരലോകങ്ങൾ ഇരുലോകമതിലാകെ അനുഗ്രഹനിധിയേറെ ഞങ്ങളിൽ ചൊരിയണം. സ്ലീബായിൻ നിഴലിൽ ഈ രാവു മുഴുവനിലും ദയവോടെ മറച്ചിട്ട് ഞങ്ങളെ സൂക്ഷിക്കാം. ആയുസ്സിൻ നാളെല്ലാം തിരുവലം കൈ കീഴിൽ അരുമയോടെപ്പോഴും തുണ നൽകി പോറ്റണമേ. ശരണവും രക്ഷയും അടിയാർക്കു നീയെന്നും ഉടയോ. തൻ്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ തൻ്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായെ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ കടങ്ങൾ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷം രക്ഷിച്ചൊല്ലണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
ആത്മാവോടെ ഉണ്ടാവട്ടെ. ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകയായ മറിയാമിൽ ശരീരമെടുത്ത് ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങൾ ഇപ്രകാരം പഠിപ്പിച്ചു. പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന് പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെ ഈ ബീറ്റുതോവിൻ്റെ ആരംഭം അത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലനിരകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുക്കാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്തെ ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്ന് ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്ന് ആരാനും നിങ്ങളോട്, ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട്, അതാ അവൻ മരുഭൂമിയിലെന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇതാ അറകളിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്കെന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. ശ്വാസമായിട്ട് പറയാം. പിതാവായ സർവശക്തനായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സത്യദൈവത്തിനുള്ള സത്യജൈവം ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരുകായാൽ കന്യമറിയാമൽ ജലം മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിധപ്രകാരം മൂന്നാം ദിവസം ഉയർന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി തൻ്റെ പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാതത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നിമ്പിമാരും ശ്രീകാമാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധയുമുള്ള ഏകോകായാലും കാതോലികവും അപ്പോസ്തോലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ പാപമോചനത്തിനുള്ള മാമോദീസ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാകുകയും ചെയ്യുന്നു. ആമീൻ. ഇപ്പോഴേ എല്ലാവർക്കും ഇരിക്കാം. 366 പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്ന അത്രേ മറ്റേ പാട്ട്.
പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്നെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ നൽകുന്ന അവസരത്തിനായിട്ട് നിന്നോട് സ്തോത്രം. ഈ ആരാധനയെ സംബന്ധിക്കുന്ന ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ നീ സ്വീകരിക്കണമേ. തിരുവചന കഴിവിക്കാട്ടി ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവേ, നീ തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും അനുഗ്രഹിച്ച് സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. പീഡാനുഭവത്തെയും ക്രൂശിനെയും ധ്യാനിക്കുന്നതിന് നമുക്ക് ഈ വർഷം കൂടെ ദൈവം തമ്പുരാൻ അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് സാധാരണ നമ്മൾ ചിന്തിക്കാറുള്ളതാണ്. ദേവാലയ ശുദ്ധീകരണം ആണ്. യെരുശലേമിലേക്ക് ചെല്ലുന്ന ഉടനെ തന്നെയാണ് ദേവാലയ ശുദ്ധീകരണമാണ്. നമ്മുടെ കർത്താവ് ഒരുപക്ഷെ ദേവാലയം എന്ന് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും തൻ്റെ ശരീരത്തെ പറ്റിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളത് എന്താണ് പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് പണിയാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് 46 വർഷം കൊണ്ടാണ് ഇത് പണിതത്, നീ എങ്ങനെ 3 ദിവസം കൊണ്ട് പണിയും? അതുകൊണ്ട് ശരീരം എന്ന് പറയുന്ന മന്ദിരത്തെ പറ്റിയാണ് കർത്താവ് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ ദേവാലയ ശുദ്ധീകരണം എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഓരോ മനുഷ്യരുടെയും ശുദ്ധീകരണം എന്നുള്ളത് കർത്താവ് അവിടെ ചിന്തിക്കുന്നുണ്ടാകും എന്ന് ചിന്തിക്കും. കർത്താവിന് വിശന്നപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകുന്നതായിട്ടാണ്. അത്തി നല്ലപോലെ തളുത്തിരുന്നു. സാധാരണഗതിയിൽ കായ്കൾ പിടിച്ചതിന് ശേഷമാണ് ഇലകൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ നല്ലപോലെ തളുത്ത് നിന്നിരുന്ന അത്തിയിൽ ഫലമൊന്നുമില്ലാതെ ഇരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മളെപ്പറ്റി ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾ നമുക്ക് സഫലീകരിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് കർത്താവ് അത്തിയെ ശപിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നലെ നമ്മൾ കേട്ടത് കുടുക്ക് ചോദ്യങ്ങളുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളെയാണ്. ഒന്നാമത്തെ കൈസർക്ക് കൊടുക്കുന്ന വിഹിതമാണോ എന്നുള്ള ചോദ്യമാണ് ഉള്ളത്. പിന്നീട് ചോദിക്കുന്നുണ്ട്, ലോകത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ ഒരാൾക്ക് 7 സഹോദരന്മാരുണ്ടായിരുന്നു. അല്ല, ആദ്യത്തവൻ ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് അവൾ മക്കളില്ലാതെ അവൻ മരിച്ചുപോയി. അപ്പം മോശയുടെ കൽപ്പന അനുസരിച്ച് അടുത്തവൻ ദേവവിവാഹം ചെയ്യണം എന്നാണല്ലോ. രണ്ടാമത്തവൻ കല്യാണം കഴിച്ചു, മക്കളില്ല. മൂന്നാമത്തവൻ കല്യാണം കഴിച്ചു, മക്കളില്ല. അങ്ങനെ 7 പേരും കല്യാണം കഴിച്ചു. 7 പേരും മരിച്ചു. അവസാനം സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിങ്കിൽ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ? ഇതാണ് ചോദ്യം. അതായത് ഈ ചോദിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടരുതെന്ന് ചിന്തിക്കുന്നവന്മാരെ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. ഏതാ ഇവിടെ 7 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സ്ത്രീയെ സ്വർഗത്തിൽ ചെന്നാൽ ഇതിലേതെങ്കിലും ഒരുതിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്ന ഒരു ഒരു തരത്തിലുള്ള രക്ഷപ്പെടരുതെന്നുള്ള ചിന്തയിലായിരിക്കും ആ ചോദ്യം ചോദിച്ചത്. കർത്താവ് പറയുന്നുണ്ട്, പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ ദൈവദൂതന്മാരെ പോലെയാണ് നിങ്ങൾ. കല്യാണം കഴിക്കാനൊന്നും അല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ ഏതോ ഒരു പ്രസംഗം കേട്ടപ്പോഴേ ഒരാൾ പ്രസംഗിക്കുകയാണ്, നമ്മൾ സ്വർഗത്തിൽ പോയാൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം നിങ്ങൾ സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം ആരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്? അപ്പം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ഭാര്യയെ ആണ് നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പുള്ളി പറഞ്ഞു, ഭാര്യയാണോ നോക്കാൻ പോകുന്നത്? ഭാര്യയെ നീ ഇത്രയും കൊല്ലം ഈ നാട്ടിൽ കിടന്ന് നോക്കിയല്ലയോ? എത്ര കൊല്ലം നോക്കിയതാ നീ അവിടെ ചെന്ന് നീ അവളെ നോക്കാനാണോ? സ്വർഗത്തിൽ പോകുന്നത് കർത്താവിനെ കാണാനാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ചെറിയ മനസ്സായതുകൊണ്ട് എപ്പോഴും ചെറിയ ചിന്തകളെ വരത്തുള്ളൂ. സ്വർഗത്തിൽ പോയി ഭാര്യയെ കാണണം, പിള്ളേരെ കാണണം, ഇതാണ് നമ്മൾ വരുന്നത്. ഇവിടെ സ്വർഗത്തിൽ പോകുമ്പോൾ കർത്താവിനെ കാണണം എന്നുള്ള വലിയ ചിന്തകളുണ്ടാവണം. അത് കർത്താവ് പറഞ്ഞു, ഇത് പുനരുദ്ധാനത്തേക്ക് കല്യാണം കഴിപ്പിക്കാൻ അവിടെ കല്യാണം ഉറപ്പും കല്യാണവും നടത്താനൊന്നും അവിടെ ആരും ഇരിപ്പില്ല. അത് കർത്താവ് അവരെ വളരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് ശേഷമാണ് കർത്താവ് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ ദേഹം മുഴുവൻ സ്വച്ഛ ജഡമാംസി എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള ഒരു തൈലം കർത്താവിൻ്റെ കാൽക്കൽ തല മുഴുവൻ ഒഴിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കർത്താവ് പറയുന്നുണ്ട്, ഭൂലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കും അവിടെ എല്ലാം ഇവൾ പറഞ്ഞത് ഓർക്കും എന്ന് പറയുന്നതാണ്. ഒരു സ്ത്രീയുടെ കർത്താവിൻ്റെ ജീവിതം നമ്മൾ എടുക്കുകയാണെന്നെങ്കിൽ സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആ കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. കർത്താവ് ശവസംസ്കാരം നടത്തിയത് ഒരു സ്ത്രീയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ക്രൂശിനെ അനുഗമിച്ചതെല്ലാം സ്ത്രീകളായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആദ്യം ലോകത്തോട് സാക്ഷീകരിച്ചതും സ്ത്രീകളായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കും. അതിനുശേഷമാണ് കർത്താവ് പെസഹ ആചരണം, അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് കർത്താവിൻ്റെ ഗത്സമനയിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. ഗത്സമന പ്രാർത്ഥനയാണ്. ഈ ഗത്സമന പ്രാർത്ഥന നമ്മൾ മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഗത്സമന പ്രാർത്ഥന. ഈ ഗത്സമന പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതാണെന്ന് എൻ്റെ ചിന്ത. അതായത് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? ഇതൊരു ചോദ്യമാണ്. കർത്താവിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള കർത്താവിൻ്റെ മറുപടിയാണ്
വേറിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ സ്ഥലത്ത് പല പ്രാവശ്യം യേശു ശിഷ്യന്മാരും പോയിരുന്നു. അതുകൊണ്ട് യൂദായ്ക്ക് ആ സ്ഥലം അറിയായിരുന്നു. ഇത് തന്നെ ലൂക്കോസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് എപ്പോഴൊക്കെ വേദനയും പ്രയാസങ്ങളും വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കിദ്രോൻ തോട്ടിന് അക്കരെയുള്ള യെരുശലേമിന് കിഴക്ക് വശത്തുള്ള ഈ ഒലിവ് തോട്ടത്തിലേക്ക് കർത്താവ് പോയിരുന്നു. അവിടെ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു എന്നുള്ളത് പല പ്രാവശ്യം പോയിരുന്നു. അവിടെ പല പ്രാവശ്യം യൂദായും പോയിരുന്നു. പക്ഷേ അവസാനം പോയപ്പോൾ മാത്രമേ ഉള്ളായിരിക്കാം യൂദാ പോകാൻ. അതുകൊണ്ട് യൂദായ്ക്ക് അറിയാം. അതുകൊണ്ടാണ് കർത്താവിനെ അവിടെ വെച്ചാണ്, ഗത്സമനയിൽ വെച്ചാണ് കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഗത്സമനയിൽ പോകുന്നത് ജീവിതത്തിന് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പ്രാർത്ഥനയിലേക്ക് വേറിട്ടിരിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വേറിട്ടിരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവ് നൽകുന്ന മാതൃക പ്രാർത്ഥനയിലേക്ക്. പലപ്പോഴൊക്കെ ആളുകൾ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് എടുത്തു നോക്കുകയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പം അറിഞ്ഞോ അറിയാതെയോ, ഇപ്പം ഞാൻ പ്രസംഗിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ പാണ്ഡിത്യം, എൻ്റെ അറിവ്, ഇന്ന് ഞാൻ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, അത് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗം, ഇതൊരു വലിയ പ്രശ്നം നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴുമൊക്കെ നമ്മളും ചോദിക്കും, ഇന്നത്തെ എൻ്റെ മെസ്സേജ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും നാൾ ഏതെങ്കിലും ഒരുത്തൽ പ്രാർത്ഥിച്ചേച്ച് എൻ്റെ പ്രാർത്ഥന എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരാളും ചോദിച്ചിട്ടില്ല. കാരണം ഈ പ്രസംഗത്തിൽ പലപ്പോഴുമൊക്കെ നമ്മുടെ അറിവ് പറയാനായിട്ടും നമ്മുടെ പാണ്ഡിത്യം പറയാനായിട്ടും നമ്മുടെ വലിപ്പം പറയാനായിട്ടുമാണ് പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരുത്തനും പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടില്ല, കർത്താവ് ഞാൻ ഇന്ന കുടുംബത്തിലാണെന്ന് നിനക്കറിയാമല്ലോ, ഞാൻ ഒന്നും ഒരുത്തനും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും തങ്ങളെ തന്നെ വിനയപ്പെടുത്തി, കർത്താവ് ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, നിൻ്റെ മുമ്പാകെ നിൽക്കാനായിട്ട് ഒരു അർഹതയില്ല, യോഗ്യതയില്ല എന്ന് പറയുന്ന വിനയപ്പെടുത്തുന്നത് മാർത്തോമക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയെ മാത്രമേ ഉള്ളൂ. എല്ലാ സമയങ്ങളിലെല്ലാം നമ്മൾ ഗമ പറയും, ഞങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറയും. ഞാൻ തന്നെ ഇടയ്ക്ക് എൻ്റെ ഭാര്യ എന്നോട് പറയും, അച്ഛൻ ഇടയ്ക്ക് പട്ട വരട്ടി 25 കൊല്ലമായെന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഗമേടിയല്ലേ. ഞാൻ പിന്നെ ആലോചിച്ച് ശരിയാണ്. കാരണം സദ്യ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നത്, എന്തിനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ടൊക്കെ വലിയ കാര്യം ചെയ്തു എന്ന് ഞാൻ തന്നെ പറയുകയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പ്രാർത്ഥനയും കർത്താവ് നിനക്കറിയാമല്ലോ ഞാൻ പട്ട വരട്ടി ഇത്രയും കൊല്ലമായി എന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ ആ പാപികളിൽ ഒന്നാമെന്ന് പറയുന്ന പോലെ നമ്മളെ താഴ്ത്തി കൊടുക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ, വേദനയുടെ മധ്യത്തിൽ നിങ്ങൾ പ്രസംഗം കേൾക്കണ്ട. വേദനയുടെ മധ്യത്തിൽ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, നിങ്ങൾ പാട്ട് പാടുക. 2, പ്രാർത്ഥനയ്ക്കായി വേറിട്ട ഒരു സ്ഥലത്തേക്ക് പോവുക. എസ്തേറിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായി, വലിയ പ്രയാസങ്ങളുണ്ടായി. യഹൂദന്മാരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി, വലിയ പ്രയാസങ്ങളുണ്ടായി. അവരുടെ കഴിവിൽ ആശ്രയിച്ചില്ല. രാജ്ഞിയാണ്, എനിക്ക് വലിയ അധികാരമുണ്ടെന്ന് പറഞ്ഞല്ല അവൾ ചെയ്യുന്നത്. അവൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേറിട്ട ഒരു സ്ഥലത്തേക്ക് പോകുക, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം അവിടെ ചെലവഴിക്കുകയാണ്. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്, വെള്ളം പോലും കുടിക്കാതെ 3 ദിവസത്തെ പ്രാർത്ഥനയാണ്. നിനവേക്കാർ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ്. നിനവേക്കാർ മുഴുവൻ ആലോചിക്കണം, നിനവേക്കാർ മുഴുവൻ നശിക്കാനായിട്ട് അങ്ങനെ പറയുമ്പോൾ ഒരു പ്രസംഗം, ഒരു മെസ്സേജ് അവിടെ കേൾക്കുമ്പോൾ അവർ 40 ദിവസത്തെ പ്രാർത്ഥനയാണ് അവരുടെ വേറിട്ട ഒരു പ്രാർത്ഥന. എന്താണ് രാജാവ് മുതൽ താഴോട്ടുള്ള മുഴുവൻ ആളുകളും പ്രാർത്ഥനയിലേക്ക് ഉറ്റിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ലോകമൊക്കെയിൽ നിന്നുള്ള പാട്ട് പാടി ആരംഭിക്കുമ്പം ലോകമൊക്കെയിൽ നൽവരമത്ര തൂകി ഇരിക്കുന്നു ഈശോദേവാ കൃപകരുണകൾക്കനുദിനവും സ്തുതി നിന്നെ വിളിച്ച നീനുവായരേ കോപമൊഴിച്ചു നീ വീണ്ടല്ലോ. നിനവേക്കാരെ നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ നിനവേക്കാരോട് നീ കരുണ കാണിച്ചല്ലോ എന്ന് പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പാട്ട് പാടുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് കുറേ സമയം വേർതിരിച്ച് നിൽക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നല്ല കാര്യമാണ്. എനിക്ക് വളരെ ഹൃദയപരമായിട്ട് അടുപ്പമുള്ള ഒരു കൊച്ചമ്മയുണ്ട്. കൊച്ചമ്മയുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൊച്ചമ്മയുടെ അച്ഛൻ ചെറിയ പ്രായത്തിൽ മരിച്ചതാണ്. കൊച്ചമ്മ വളരെ ചെറിയ പ്രായത്തിൽ വിധവയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഡൽഹിയിൽ വെച്ചാണ് ആ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പം പറഞ്ഞു ആ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോകുമ്പോൾ ഇനിയിപ്പം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ ഉള്ളൊരു ധാരണ മനസ്സിലുണ്ട്. ഒന്നും ആവശ്യപ്പെട്ടില്ല. പറഞ്ഞു, എനിക്ക് ഈ ആശുപത്രിയിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു സ്ഥലം തരണം, സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം തരണം. ആ മണിക്കൂറുകൾ ആ പ്രാർത്ഥനാ മുറിയിൽ അവർ ചെലവഴിച്ചു. എനിക്ക് തോന്നുന്നത്
അതിനുശേഷം പിന്നെ കൊച്ചമ്മ ഒരു സ്വപ്നമൊക്കെ കണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞ് ആ പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നതെന്നാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ആയാലും ഏത് പ്രയാസമാണെങ്കിലും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുക, പ്രാർത്ഥനയ്ക്കായിട്ടൊരു സ്ഥലം വേർതിരിക്കുക എന്നുള്ളത് ഒന്നാമത് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന എന്താണ്? കർത്താവിൻ്റെ പറഞ്ഞത് എന്താണ്? വേർപ്പൊക്കെ രക്തം പോലായി, എൻ്റെ ഹൃദയം നൊന്ത് ഭാരപ്പെട്ട് ഞാൻ വ്യാകുലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാണ് കർത്താവിൻ്റെ കരച്ചിലാണ്. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? അവിടുത്തെ പ്രാർത്ഥന എങ്ങനെയാണ്? കഴിയുമെങ്കിൽ ഇതൊന്ന് നീക്കിത്തരണം, ഈ ക്രൂശ് ഒന്ന് നീക്കിത്തരണം. ഇതാണ് പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ആലോചിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കത്തില്ല. നമ്മളങ്ങനെ ചിന്തിക്കരുത്. കർത്താവ് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ മനുഷ്യൻ കർത്താവിൻ്റെ പ്രാർത്ഥന കഴിയുമെങ്കിൽ ഇത് മാറ്റിത്തരണേന്നാണ്. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായി മറ്റു ചില സംഗതികളുണ്ടെന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവർ, ദാവീദിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദേവാലയം പണിയണമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. മോശയുടെ ഏറ്റവും വലിയ ആഗ്രഹം കനാൻ നാട്ടിൽ ചെല്ലണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമായി മറ്റു ചിലത് കൂടെ ഉണ്ടെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കാത്ത മറ്റ് ചില കാര്യങ്ങളുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ഹിതം മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ എന്നുള്ളത് നമ്മളെ ഓർപ്പിക്കുന്നതായിട്ടാണ് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത സമയത്ത് ഞാനൊരു ധ്യാന പുസ്തകം വായിച്ചപ്പോൾ രസകരമായിട്ടുള്ളൊരു കഥയാണ് എഴുതിയിരിക്കുന്നത്. ഒരാൾ ദൈവം തമ്പുരാൻ അയാളുടെ മരിക്കാനുള്ള സമയമായി. അപ്പം മരണത്തിൻ്റെ ദൂതനെ അയച്ചു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഈ മരണത്തിൻ്റെ ദൂതൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് മഹാശില്പിയായിരുന്ന ഈ മരിക്കാനായിട്ടുള്ള ആൾ അദ്ദേഹത്തെ പോലെ തന്നെ വേറെ 10 ശില്പങ്ങളുണ്ടാക്കി, അദ്ദേഹത്തെ പോലെ തന്നെ ഇരിക്കുന്നതാണ്. എന്നിട്ട് ഈ 10 ശില്പങ്ങളുടെ ഒന്നിൻ്റെ ഇടയ്ക്ക് പുള്ളി നിന്നു. അപ്പം മരണദൂതൻ വന്നപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല. ഇതിനകത്ത് ആരാണ് വിളിച്ചുകൊണ്ട് പോകുന്ന ആളെന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ഇത് ആരാണ് ആരെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയത്തില്ല, എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മരണത്തിൻ്റെ ദൂതൻ പരാജയത്തിൻ്റെ ഘട്ടത്തിലെത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, 10 പേരെ ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്, എന്നാൽ എത്ര വലിയ ശില്പിയാണെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് കാണും എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു കുറവ് കാണുമെന്ന് പറയുമ്പോൾ സ്വതവേ അഹങ്കാരിയായിരുന്ന ആ ശില്പി പറഞ്ഞു, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കും, ഒരു കുറവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കറക്റ്റായിട്ട് ആളിനെ സ്പോട്ട് ചെയ്ത് കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമായിട്ട് മറ്റു പലതും ഉണ്ട് ഇവിടെ, നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴുമൊക്കെ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാണ് ഈ ലോകം നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മഹാഭോഷന്മാരായിട്ടുള്ള ആളുകളാണ്. അങ്ങനല്ല. നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമായി ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള വെറും പാവകൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയണം. നാളെ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് ഒരു പാട്ട് പാടും, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല. ഓരോ നാളും തമ്പുരാൻ ഇങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ നാളത്തെപ്പറ്റി, അതുകൊണ്ടാണ് പറയുന്നത് അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി, നാളത്തെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ടുള്ള ഒത്തിരി കാര്യമുണ്ട്. നമ്മൾ ലോകത്തിൽ ഒത്തിരി കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും നമുക്ക് കൊടുങ്കാറ്റിനെ ഒഴിവാക്കാനൊക്കത്തില്ല, നമുക്ക് മഴയെ ഒഴിവാക്കാനൊക്കത്തില്ല, വെള്ളപ്പൊക്കത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തില്ല, ഭൂകമ്പത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ നോമ്പ് പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. കർത്താവേ, ഭൂകമ്പത്തിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ കർത്താവേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കണം, നമ്മുടെ നിയന്ത്രണത്തിനും നമ്മുടെ പരിമിതിക്കും അപ്പുറമായിട്ട് ചില സംഗതികളിലൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്, കർത്താവ് 3 പേരെയും കൂടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് ഗെത്സമനായിൽ. ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പക്ഷേ ഈ 3 പേര് ഉറങ്ങിപ്പോയെന്നാണ്. ശ്രദ്ധിക്കണം, നമുക്ക് കൂട്ടായ്മക്കാരുണ്ട്, പക്ഷെ ചില നിർണായക സന്ദർഭങ്ങളിൽ അവർ ഉറങ്ങിപ്പോകും കേട്ടോ. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു ചെറിയ വാചകമുണ്ട്, മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഭൂമിയിൽ നമ്മുടെ പ്രാർത്ഥനാ സഹായികളും കൂട്ടായ്മക്കാരും നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ കരുതിയാലും അവർ ഉറങ്ങിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. മനസ്സിലായോ? ഇത് കർത്താവ് ഓർപ്പിക്കുകയാണ്. ഈ ഗത്സമനയിലെ പ്രാർത്ഥന കർത്താവ് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എന്നെ നേരെ എന്ത് ചെയ്തിരിക്കുന്നു, എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത തരത്തിൽ സംഭവിക്കാം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളുകൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ഇത് കർത്താവിന് സംഭവിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെ നിൽക്കുമെന്ന് കർത്താവ് എന്നും കരുതിയ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഉറങ്ങിപ്പോയി. ഇത് ഒരു സാധ്യത വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോഴേ
ഇയ്യോബിൻ്റെ സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നത്. 3 സുഹൃത്തുക്കളാണ്, നയമാത്യനായ സോഫർ, ശൂഹ്യനായ ബിൽദാദ്, ഏലീഫസ്. അവർ ആദ്യം വന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? അല്ലേ, അവന് നല്ലവനാണ്, അവരെ അറിയാമല്ലോ ആളിനെ. ശ്രദ്ധിക്കണം, വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായമൊക്കെ ഒന്ന് വായിക്കുമ്പം നമ്മുടെ ആ ഏലീഫസും സോഫരും ബിൽദാദും ഒക്കെ പറയുന്നുണ്ട്, നിർദോഷിയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുമോ? ഇവൻ തീരെ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാട്. ഇപ്പം മക്കൾ മരിച്ചു, ആടുമാടുകളെല്ലാം പോയി, അവന് വേണ്ട ഒരുമാതിരി വരട്ട് ചോറി വന്ന് എന്ത് ചെയ്യുന്നു? ചൊറിയുന്നു. അപ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്യാതെ അവൻ നമ്മുടെ മുമ്പിൽ പരിശുദ്ധനായിട്ടൊക്കെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ അവനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിർണായകമായ സമയത്ത് നമ്മൾ ചങ്കായിട്ട് കൊണ്ടു നടന്ന ആളുകളും ചിലപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന 2-ാമത്തെ ഒരാൾ അത് അഹരോനാണ്. ഞാൻ പറയും, എനിക്ക് തോന്നി ഒരു പക്ഷേ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മോശ ഈ സീനായിലോട്ട് കയറിപ്പോകുന്നത്. അപ്പോൾ മോശയുടെ ഒരു പ്രതീക്ഷ എന്തുമായിരിക്കും? പണ്ട് മുതലേ എൻ്റെ കൂടെ നടന്ന് ഞാൻ വടി താഴെയിട്ടപ്പോൾ സർപ്പമായതും, അത് വടിയെ നദിയെ അടിച്ചപ്പോൾ അത് രക്തമായതും, തവള ഉണ്ടായതും, പേന ഉണ്ടായതും, പിന്നെ ഇരുട്ടുണ്ടായതും, കടിഞ്ഞൂൽ സംഭാരവും ഒക്കെ കണ്ട് എൻ്റെ കൂടെ നിന്നവനാണ് ആര്? അഹറോൻ. മാത്രമല്ല, ഞാൻ വന്ന വഴിക്ക് ചെങ്കടൽ കടത്തിയതും മന്ന തന്നതും ഇതെല്ലാം ഉണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനക്കാരുടെയും നമ്മുടെ കൂട്ടായ്മക്കാരുടെയും സഹായം നമ്മൾ ചോദിക്കും. നിങ്ങൾ ശമ്പളം തരുന്നുണ്ട്. ശമ്പളം തരുന്നു പറഞ്ഞാൽ ആരാ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്? ആരാ ഇവിടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്? എല്ലാ മാസവും അച്ഛന് ശമ്പളം ഉണ്ടല്ലോ. ഒരച്ഛനും നിൽക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല. ഞാനിവിടെ നിന്ന് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടാണ് എന്നെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, നിങ്ങളെന്നെ കരുതിയതുകൊണ്ടാണ്, നിങ്ങളെന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, നിങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെ കരുതിയതുകൊണ്ടാണ്. അല്ല, നിങ്ങളാരും എന്നെ നിങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെ കരുതുന്നില്ല, നിങ്ങൾ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, എന്നെ പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങൾക്ക് ശമ്പളം അച്ഛൻ തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? അതെന്താണ് ആ കാര്യം? അതൊന്നും അല്ല കാര്യം. പ്രിയമുള്ളവർ, നമുക്ക് വേണ്ടത് ഈ വലിയ കൂട്ടായ്മ, സ്നേഹം, സൗഹൃദം, ഇതൊക്കെയാണ്. ഇത് നമുക്ക് വളരെ ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായവും പ്രാർത്ഥനയും പിന്തുണയും ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ഹോട്ട് ലൈൻ കണക്ഷൻ ദൈവമാണ്. പ്രിയമുള്ളവർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഇത്രയും വർഷങ്ങളായിട്ട് ഒരിക്കലും തെറ്റിക്കാതെ പോകുന്നൊരു കാര്യം, എല്ലാ ആഴ്ചയിലും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഈ വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ, ഈ വിശുദ്ധ ത്രോണോസിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഒന്ന് കുമ്പസാരിച്ച് കർത്താവേ എല്ലാം ഉണ്ട്. എന്നിട്ട് അപ്പുവിഞ്ഞുകൾ വെച്ചതിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കർത്താവേ ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ കണ്ണുകളെയും, വ്യർത്ഥ കാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ ചെവികളെയും, നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കണം എൻ്റെ അധരങ്ങളെയും എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമേ. മഹാപാപിയാണ് എന്നുള്ളതാണ് സമ്മതിക്കുന്നത്. അതുകൊണ്ട് ദൈവവുമായിട്ടൊരു ഹോട്ട് ലൈൻ കണക്ഷൻ എപ്പോഴും നമുക്ക് ഉണ്ടാകണം. അത് ഞാൻ ഓർപ്പിക്കും. 3 കാര്യങ്ങളാണ് ഞാനിത് പറയാനായിട്ട് ശ്രമിച്ചത്. കർത്താവ് ഒരു മാതൃകയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ നേരിടണം, ഇത് കർത്താവ് ഒരു മാതൃകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മാറിക്കണം. 2-ാമത്, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല. കഴിയുമെങ്കിൽ എന്നാണ് പറയുന്നത്. കഴിയുമെങ്കിൽ, പറ്റുമെങ്കിൽ, പറ്റുമോ എന്നറിയത്തില്ല. നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ട് മറ്റ് ചില സംഗതികളുണ്ടെന്ന് ഓർക്കണം. 3-ാമത്, നിർണായകമായ സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൂട്ടായ്മക്കാരും പ്രാർത്ഥനാ സഹായികളും ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിലും ഒരു ഹോട്ട് ലൈൻ കണക്ഷൻ ദൈവവുമായിട്ട് ഉണ്ടാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ കർത്താവിൻ്റെ ക്രൂശിനെ ആഴമായി സ്നേഹിച്ചുകൊണ്ട് കർത്താവുമായുള്ള ആഴമായ ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരും സാക്ഷ്യമുള്ളവരുമായി നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആണ് ഷേർലി ടീച്ചർ ഒന്ന് പ്രാർത്ഥിച്ചു.
ഓക്കെ, എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് ശയന നമസ്കാരം പാടാം. പേജ് നമ്പർ 35 നമുക്ക് ഗീതം പ്രതി ഗീതമായിട്ട് ആലപിക്കാം. കർത്താവേ, ഞാനിഹ നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും കർത്താവേ, നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിപ്പെടുകിൽ നിൻ കൃപമോചനമെനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആർദ്രമതേ ക്ഷമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാ നല്ലയുറക്കമെനിക്കു നിതാ. ആകാശസ്വപ്നമശുദ്ധിയിൽ നിന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം മുഴുവൻ. ആകാദിനവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാൽ എൻ്റെ ശരീരം കാപ്പാനായി വെളിവിനുടെ മാലാഖയെ എനിക്കു നീ തരണം കർത്താവേ. ദേഷ്യതപ്പെട്ടോരിച്ഛയിൽ നിന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ഉയിരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ. ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശിസഭയം നിൻ രക്തം. നിൻ സൃഷ്ടിക്കക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈ മനഞ്ഞ ശരീരത്തിൽ നിന്റെ വലം കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതായി എൻ്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി. എൻ്റെ ഉറക്കം തിരുമുൻപിൽ നൽധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ നിന്നോടു തന്നെ യാചിപ്പു. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായി ജീവനണച്ചവനെ എന്നെ വ്യസനത്തിലാക്കായിവാൻ സാത്താനെ നീ വിലക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്ലീബാമരണത്താൽ എൻ്റെ ആയുസ് കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടുവാ. എൻ്റെ നിദ്രാവേളയിലും നിന്റെ ഉപവം നീ കാട്ടണമേ. നിന്തിരു മനസ്സിനെ ഞാനറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി. നിന്റെ മനോഗുണമതിനാലേ എനിക്കു മനോഗുണമരുളുക നീ. നിരപ്പു നിറഞ്ഞോതന്തിയതും നീതി വിളങ്ങും രാവും നീ. ഞങ്ങളുടെ രക്ഷകനാം മശിഹ നാഥ അടിയാർ കരുളണമേ. വെളിവിൻ വെളിവു നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്കു സ്തുതി, നിന്നനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിന്മേലായിരമായി അളവ് കൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളിൻ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചൊല്ലണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടാൽ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിൻ്റെ സകലദാനങ്ങളും ബലഹീനരാ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനെ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ എന്നോടുകൂടി ഒരുങ്ങി സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനവും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവർ, നാളെ വൈകുന്നേരം മുതൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആശംസ ഉണ്ടായിരിക്കുന്നതല്ല, കയ്യസൂരിയും ഉണ്ടായിരിക്കുന്നതല്ല. ഇനിയും കയ്യസൂരിയെല്ലാം ഈസ്റ്ററിന് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നാളെ വൈകുന്നേരം 6:30 മണിക്ക് സന്ധ്യ നമസ്കാരം പള്ളിയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. നാളെ വൈകിട്ട് 6:30 മണിക്ക് എല്ലാവരും നാളെ വൈകുന്നേരം 6:30 മണിക്കുള്ള സന്ധ്യ നമസ്കാരത്തിൽ സംബന്ധിക്കണം. അതോടൊപ്പം തന്നെ പെസഹ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് നമസ്കാരവും വിശുദ്ധ കുർബാനയും ഉണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് നമസ്കാരം ആരംഭിക്കും. ഈ ശുശ്രൂഷകളെല്ലാം പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും സംബന്ധിക്കണം. നാളെ വൈകുന്നേരം 6:30 മണിക്ക് സന്ധ്യ നമസ്കാരം ഉണ്ടായി. ഇന്ന് വന്ന എല്ലാവരും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു.